சீக்கிரமா போங்க, சீட் கிடைக்கும். ഹലോ, എല്ലാവർക്കും ഇത് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സിറ്റി റൈഡ് ബസ്സിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇപ്രാവശ്യം ചെയ്യുന്നത് കേട്ടോ. അപ്പം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇത് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിത് കിഴക്കേക്കോട്ടയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സിറ്റി റൈഡിലുള്ള ഡബിൾ ഡെക്കർ ബസ്സിലുള്ള യാത്ര നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഒരു 2 years ബാക്ക്. ഓക്കെ, 1.5 years or 2 years ബാക്ക്. അതിൽ നമ്മൾ 200 സംതിങ് ആണ്, 300-നുള്ളിലാണ് നമ്മുടെ ചാർജ് എന്ന് പറയുന്നുണ്ടായിരുന്നത്. സോ ഇപ്പം അതിലൊരു ചേഞ്ചസ് ഉണ്ട്. ഇപ്പം 100 rupees ഉള്ളൂ. പക്ഷേ ആ യാത്രയും ഇതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. സോ അതാണെങ്കിൽ നമുക്ക് എല്ലാവരുടെയും കുറച്ച് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം തരും. ഇത് ജസ്റ്റ് ഒരു റൈഡ് മാത്രമേ ഉള്ളൂ, നമുക്ക് എവിടെയും നിർത്തില്ല, ജസ്റ്റ് റൈഡ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ഒരു ചാർജ് കുറച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് താഴത്തെ നിലയിൽ 100 രൂപയും മുകളിലെ നിലയിൽ 200 രൂപയാണ് കേട്ടോ അപ്പോൾ ചാർജ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഓൺലൈൻ ബുക്കിംഗ് കൂടി ഇതിന് വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുണ്ട്. സിറ്റി റൈഡ് ബസ്സിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഓൺലൈൻ ബുക്കിംഗ് ആണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് പോയിട്ടും നിങ്ങൾക്ക് കയറാവുന്നതാണ്. ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവരുടെയും, അതായത് തിരുവനന്തപുരം സിറ്റിയിൽ ഏകദേശം എല്ലാ കാഴ്ചകളും നമുക്ക് ഈ ഒരു ബസ്സിലിരുന്ന് കാണാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് കിഴക്കേക്കോട്ടയിൽ നിന്നാണ്. കിഴക്കേക്കോട്ടയിൽ സ്റ്റാർട്ട് ചെയ്ത് കിഴക്കേക്കോട്ടയിൽ തന്നെ അവസാനിക്കുന്ന രീതിയിലാണ് ഈ ഒരു ഈ ഒരു യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ അതായത് എന്നും വൈകുന്നേരം 3 മണി തൊട്ടിട്ട് 10 മണി വരെയാണ് നമുക്ക് ഈ സിറ്റി റൈഡ് ബസ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത ശേഷം രാത്രി 10 മണി വരെ നമുക്കിതിൽ കയറാൻ പറ്റുന്നതായിരിക്കും. അതായത് കിഴക്കേക്കോട്ടയിൽ നിന്ന് നമുക്ക് കയറാം, അതേപോലെ തന്നെ കിഴക്കേക്കോട്ടയിൽ തന്നെ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന രീതിയിലാണ്. അതായത് താഴത്തെ നേരത്തെ പറഞ്ഞല്ലോ, താഴത്തെ നിലയിൽ 100 രൂപയും മുകളിലത്തെ നിലയിൽ 200 രൂപയാണ്. നമുക്ക് മുൻകൂട്ടി തന്നെ ബുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും എല്ലാം BTC നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതായത് ഈ യാത്ര കടന്നു പോകുന്നത് നമ്മുടെ അതായത് കിഴക്കേക്കോട്ടയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പാളയം വഴി മ്യൂസിയം, കൊട്ടാരം, അതിനുശേഷം നമ്മുടെ കാവടിയാർ കൊട്ടാരത്തിൻ്റെ അവിടെ നിന്ന് ദെൻ നേരെ ലുലു മോളിൽ നിന്ന് നേരെ ശംഖുമുഖം ബീച്ച്, ദെൻ നെക്സ്റ്റ് നമ്മുടെ കിഴക്കേക്കോട്ടയിൽ അവസാനിക്കുന്ന രീതിയിലാണ്. അപ്പം ഒരുപാട് നല്ല സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു വൈബ് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ബസ്സിൽ കയറുമ്പോഴാണ് അതിൻ്റെ ഒരു വൈബ് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് തിരക്കാണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. വളരെ ഞാൻ വന്നിരുന്നത് സൺഡേ കൂടിയാണ്. ഭയങ്കര തിരക്കായിരുന്നു, ഒരു രക്ഷയില്ല. കാരണം അത്രയും സ്വീകാര്യമായി കഴിഞ്ഞു നമ്മുടെ ഈ ഒരു സിറ്റി റൈഡിലുള്ള യാത്ര. ഈ കാണുന്നത് നമ്മുടെ നിയമസഭാ മന്ദിരമാണ് കേട്ടോ. കേരള നിയമസഭാ മന്ദിരമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിലൂടെയാണ് നമ്മുടെ ഈ ഒരു യാത്ര കടന്നു പോകുന്നത്. തിരുവനന്തപുരത്തിലെ ഏകദേശം എല്ലാ സ്ഥലങ്ങളും നമുക്ക് ഈ ഒരു ബസ്സിൽ ഇരുന്നു കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും തിരുവനന്തപുരത്തെ അടുത്തറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സിറ്റി റൈഡ് ബസ് ഈ ഒരു കാരണങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ബസ്സിലിരുന്നു കൊണ്ട് കാണാൻ പറ്റും.
അടുത്ത് നമ്മുടെ മ്യൂസിയമാണ് കേട്ടോ. തിരുവനന്തപുരം മ്യൂസിയമാണ് ഈ കാണുന്നത് കേട്ടോ. ഒരുപാട് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലെയും വൈകിട്ടൊക്കെ ഇവിടെ നടക്കാനൊക്കെ ആൾക്കാരൊക്കെ വരുന്നതായിരിക്കും. ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള അതായത് തിരുവനന്തപുരത്ത് ഒരുപാട് ആൾക്കാർ സ്പെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മ്യൂസിയമാണ് നമ്മുടെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് കേട്ടോ. അതുകൂടെ തന്നെ തൊട്ട് അപ്പുറത്ത് തന്നെ നമ്മുടെ കനകക്കുന്ന് കൊട്ടാരമുണ്ട്. അവിടെയും ഒരുപാട് പേര് നടക്കാനൊക്കെ പോവും. അങ്ങനെ ഒരുപാട് അടിപൊളി സ്ഥലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലമാണ്. ബജറ്റ് ടൂറിസം സെല്ലിൻ്റെ കീഴിൽ നമ്മുടെ ഈ ഒരു ഡബിൾ ഡെക്കർ യാത്ര അല്ലെങ്കിൽ ഈ ഒരു ഡബിൾ ഡെക്കർ ബസ്സിലുള്ള ഒരു ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 3 years ആവുന്നു കേട്ടോ. ഏകദേശം 3 വർഷത്തിനോട് അടുപ്പിച്ചാവുന്നുണ്ട് നമ്മുടെ ഈ ഒരു ഡബിൾ ഡെക്കർ ബസ്സിലുള്ള ബജറ്റ് ടൂറിസം സെല്ലിൻ്റെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം ഇതുവരെയുള്ള കണക്ക് പ്രകാരം ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ആദ്യമാണെങ്കിൽ ഫസ്റ്റത്തെ യാത്ര ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ പോകുന്ന സ്ഥലത്തെല്ലാം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് സമയം അവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് യാത്രകളായിരുന്നു. പിന്നീട് അത് ക്യാൻസൽ ചെയ്തിട്ടാണ് പുതിയ രീതിയിൽ ജസ്റ്റ് റൈഡ് മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. നേരത്തെ ആണെങ്കിൽ അതായത് ഒരു 100 രൂപയ്ക്ക് നമുക്ക് മുകളിലും താഴെയൊക്കെ ഇരുന്നിട്ട് പോവായിരുന്നു. പക്ഷേ പുതിയ രീതി അനുസരിച്ച് പുതിയ മെത്തേഡ് പ്രകാരം 200 രൂപയാണ് മുകളിലെ സീറ്റിന് ചാർജ് ചെയ്യുന്നത്. താഴത്തെ സീറ്റിന് 100 രൂപയാണ് ഇപ്പോൾ ചാർജ് ചെയ്യുന്നത് കേട്ടോ. അപ്പം മാക്സിമം നിങ്ങൾ മുകളിലെ സീറ്റിൽ ഇരുന്നിട്ട് യാത്ര ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഏറ്റവും കൂടുതൽ നല്ല കാഴ്ചകളും തിരുവനന്തപുരത്തെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് കാണാനും അറിയാനും പറ്റുന്നത് മുകളിലെ സീറ്റിലിരുന്നാലാണ്. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, മുകളിലെ സീറ്റിലിരിക്കുമ്പോൾ ചിലപ്പോൾ ഈ കറണ്ട് കമ്പി അതായത് വയറുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ഇതൊക്കെ വരുന്ന സമയത്തൊന്ന് താഴ്ന്നിരുന്നാൽ മതി. നിൽക്കുവാണെങ്കിൽ കേട്ടോ, ഇരിക്കുകയാണെങ്കിൽ ആ വിഷയമല്ല. നിൽക്കുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മാക്സിമം സുരക്ഷിതമായിട്ട് തന്നെ യാത്ര ചെയ്യാൻ ശ്രമിക്കുക. നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന യാത്ര തന്നെയാണ് കേട്ടോ. പിന്നെ ദൂരെ സ്ഥലത്തുള്ള ആൾക്കാരാണെങ്കിൽ അതായത് ഈ ഒരു സിറ്റി റൈഡ് ബസ്സിലേക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത ഉണ്ട്. നിങ്ങൾക്ക് ഇത്ര ദൂരത്ത് നിന്ന് വന്നിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾക്ക് അവിടെ വന്നിട്ട് അതായത് കിഴക്കേക്കോട്ട വന്നിട്ട് നിങ്ങൾക്ക് അതായത് സീറ്റിന് വേണ്ടിയിട്ട് ഓടേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നമ്മുടെ KSRTC swift.com വഴി നിങ്ങൾക്ക് സീറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ഫാമിലി ആയിട്ടൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ഒരുമിച്ച് സീറ്റുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ തന്നെ അങ്ങനെ ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലാത്തവർക്കും കയറാൻ പറ്റുന്നതാണ്. പക്ഷേ സീറ്റിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് മാത്രമേ നിങ്ങൾക്ക് അങ്ങനെ കിട്ടുള്ളൂ. നിങ്ങൾ ലൈവായിട്ട് കണ്ടോളൂ. ഇത്ര തിക്കും തിരക്കുമാണ്. അതായത് ഞാൻ സീറ്റിൽ നിന്ന് ഇറങ്ങാൻ സമയം കിട്ടുന്നില്ല. നമുക്ക് അതിന് സ്പേസ് ഇല്ല. കാരണം അത്ര തിരക്കാണ് പുറത്ത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.